ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജ് ഇലക്ട്രോണിക്സ്. രാജ് ഇലക്ട്രോണിക്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഒരു ടൂ വീലറിൻ്റെ ഹെഡ്ലൈറ്റ് സർക്യൂട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൂ വീലറിൻ്റെ ഹെഡ്ലൈറ്റ് എപ്പോഴും ഒരേ പവറിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സർക്യൂട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. ആർക്കും തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സർക്യൂട്ടാണ്. ഇതിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെ വളരെ വില കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 100 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു സർക്യൂട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. മറ്റൊന്നുമല്ല, നമ്മൾ രാത്രി കാലങ്ങളിൽ ടാറിങ് ചെയ്യാത്ത റോഡിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് വളരെ കുറവായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നല്ല സ്പീഡ് വേണം, അല്ലെങ്കിൽ എൻജിൻ നല്ല റേസിംഗ് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹെഡ്ലൈറ്റ് നല്ല പവർ ഉണ്ടാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് വളരെ പവർ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കോൺ പ്രസ് ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം. എന്നാലേ ഈ സർക്യൂട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് എന്തെല്ലാം സാധനമാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ വേണ്ടതെന്നുള്ള ലിസ്റ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് കാണാൻ ഡിസ്പ്ലേയിൽ കാണാം ഇതിൻ്റെ വേണ്ട എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അതിൻ്റെ നേരെ താഴെ തന്നെ ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് വളരെ സിമ്പിളായി തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. നമ്മൾക്ക് ഒരു സോൾട്ടിങ് അയൺ മാത്രം മതി. സോൾട്ടിങ് അയണും അതുപോലെ തന്നെ നമ്മുടെ അത് കോമൺസിൻ്റെ ലെഗ് കട്ട് ചെയ്യാനുള്ള ഒരു കട്ടറും മാത്രം മതി നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയ്ക്കും ചെറിയൊരു സർക്യൂട്ടാണ്, വലിയൊരു സർക്യൂട്ട് എന്നല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ആർക്കും തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിക്കുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇൻക്രീസ് ചെയ്യാനാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി നോർമൽ റണ്ണിങ്ങിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടി സ്ലോ റണ്ണിങ് ആണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കണക്ഷൻ ഡയഗ്രാം. അതായത് നമുക്ക് ബോർഡ് ചെയ്യേണ്ട ഡയഗ്രാം ഇതാണ്. ഇതുപോലെ നമ്മൾ ബോർഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലെ നോക്കി നമുക്ക് അതുപോലെ കറക്റ്റ് നമുക്ക് ഒരു ഡോട്ട് PCB ചെയ്യാം. അതിനു വേണ്ടി ഡോട്ട് PCB മാത്രം ചെയ്ത്, ഇത് നമ്മൾ നോർമലി കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഡോട്ട് PCB ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കണക്ഷനാണ് നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ബോർഡിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ കണക്ഷനാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ കണക്ഷൻ കറക്റ്റ് നോക്കി തന്നെ ഫിറ്റ് ചെയ്യണം. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്നാലേ ശരിക്കും വർക്ക് ആകുള്ളൂ. സാധാരണ ഒരു ടൂ വീലറിൻ്റെ ഹെഡ്ലൈറ്റ് കണക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ആൾട്ടർനേറ്ററിൽ നിന്നും നേരെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ചിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സ്വിച്ചിലേക്ക് പോകുന്നു. അതിനുശേഷം നേരെ ഹെഡ്ലൈറ്റിലേക്കാണ് 2 വയർ പോകുന്നത്. കോമൺ ആയിട്ട് ഒരു ഗ്രൗണ്ടും ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അതിലുണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ അതിന് ചെറിയൊരു ചേഞ്ചിങ് വരുത്താം. നമുക്ക് ഈ സർക്യൂട്ടൂടെ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ആ സർക്യൂട്ട് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബോർഡ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ഓൾട്ടർനേറ്ററിൽ നിന്ന് നേരെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ആക്കുന്ന സ്വിച്ചിലേക്ക് വരുന്നു. അതിന് നേരെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചിലേക്കാണ് പോകുന്നത്. ഡിമ്മും ബ്രൈറ്റും അടിച്ച സ്വിച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ബോർഡിലേക്ക് കറക്റ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യേണ്ട രീതിയും നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വളരെയേറെ മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വണ്ടി ഓൺ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിലൊരു പ്രീസെറ്റ് കാണാം. ആ പ്രീസെറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ അത് കട്ട് ഓഫ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ റെഡ് ബ്ലാക്ക് ഉപയോഗിച്ച് നേരെ നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത വയറാണ്. അതുപോലെ നമ്മൾ ബ്ലൂ ബ്ലാക്ക് വയർ നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് കണക്ട് ചെയ്ത ആ വയറുമാണ്. അതുപോലെ സിംഗിളായിട്ട് കാണുന്ന ആ ഒരൊറ്റ വയറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൺ ഓഫ് സ്വിച്ചിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗമായിട്ട് വരുന്ന ഇൻപുട്ട് സെക്ഷൻ. അതായത് ഫ്രം ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് എന്ന വരുന്ന ആ ഒരു കണക്ഷനാണ് ബ്ലൂ വയർ മാത്രം സിംഗിളായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രീസെറ്റ് മെല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരു LED ബൾബ് ഉണ്ടാവും. ആ LED ബൾബ് പ്രകാശിക്കുന്നത് വരെ നമ്മൾ മെല്ലെ ആ പ്രീസെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആ LED പ്രകാശിക്കുന്ന സമയത്താണ് നമുക്ക് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എടുത്ത് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നത്.
LED പ്രകാശിക്കാത്ത സമയത്ത് നമ്മളെ ആൾട്ടർനേറ്ററിൽ നിന്നുള്ള കറണ്ട് മാത്രം ഉപയോഗിക്കുന്നു. ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. നമ്മുടെ വണ്ടി സ്ലോ റണ്ണിങ്ങിൽ ഉള്ള സമയത്ത് അതിനെ ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് വളരെ കുറവായിരിക്കും. ആ കുറവുള്ള കറണ്ടിനെ സിഗ്നൽ ചെയ്ത് നമുക്കിവിടെ ഈ സർക്യൂട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഈ സർക്യൂട്ട് ഇവിടെ വർക്ക് ചെയ്ത് ആ സിഗ്നൽ കുറവുള്ള സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മളെ ബാറ്ററിയായിട്ട് കോൺടാക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ബാറ്ററിയിലുള്ള സപ്ലൈ വഴി നമുക്ക് ഹെഡ്ലൈറ്റ് നല്ല പവറിൽ ലഭിക്കും. വീണ്ടും നമ്മൾ വണ്ടി റണ്ണിങ്ങിലേക്ക് പോകുമ്പോൾ റേസായിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സർക്യൂട്ട് ഓഫായിട്ട് നമ്മൾ നേരെ ആദ്യത്തെ കണക്ഷൻ പോലെ തന്നെ വരും. അതായത് ആൾട്ടർനേറ്റീവിൽ നിന്ന് നേരെ കണക്റ്റ് ആവും. അല്ലാത്ത സമയത്ത് വണ്ടി സ്ലോ റണ്ണിങ് ഉള്ള സമയത്ത് മാത്രം നമുക്ക് ബാറ്ററിയിൽ നിന്നും സാധാരണ നോർമൽ റണ്ണിങ്ങിൽ നമുക്ക് ആൾട്ടർനേറ്റീവിൽ നിന്നുള്ള കണക്ഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ബാറ്ററിക്ക് വരുന്നില്ല. കാരണം നമ്മൾ സ്ലോ റണ്ണിങ്ങിൽ മാത്രമാണ് അതിൻ്റെ ബാറ്ററി ആയിട്ടുള്ള കോൺടാക്റ്റ്. അല്ലാത്ത സമയത്ത് നമ്മൾ റണ്ണിങ് സമയത്ത് നേരെ ഓൾട്ടർനേറ്റീവിൽ നിന്നുള്ള കറണ്ട് തന്നെയാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെ ഒരു സർക്യൂട്ട് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ പോരെയെന്ന്. നമ്മൾ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് മാത്രമാണ് നമ്മളെ ഹെഡ്ലൈറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. പക്ഷേ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ലോ റണ്ണിങ്ങിലുള്ള സമയത്ത് മാത്രമേ നമുക്ക് ബാറ്ററി ആയിട്ടുള്ള കോൺടാക്റ്റ് ഉള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ആൾട്ടർനേറ്റീവിൽ നിന്നുള്ള കറണ്ട് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ചാവി ഓൺ ആക്കിയിട്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടാൽ നമുക്ക് ഹെഡ്ലൈറ്റ് എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കും. പക്ഷേ ഈ ഒരു സർക്യൂട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ വണ്ടി ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും ചാവി ഓൺ ആക്കി നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്ക് ഹെഡ്ലൈറ്റ് കത്തത്തില്ല. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഹെഡ്ലൈറ്റ് കത്തുകയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആൾട്ടർനേറ്ററിൽ നിന്നുള്ള കറണ്ട് ഈ ബോർഡിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ ഈ സർക്യൂട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ആ റിലേ കോൺടാക്റ്റ് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ വണ്ടി ഓഫായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ സർക്യൂട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. കാരണം അത് വർക്ക് ചെയ്യാനുള്ള കറണ്ട് അതിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ലേഔട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലേഔട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഇത് മറ്റൊരു സർക്യൂട്ടാണ്, മറ്റൊന്നുമല്ല. നമ്മുടെ ടൂ വീലറിൻ്റെ ഏതൊരു വണ്ടിയുടെയും 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിയണം എന്നുള്ള ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി 4 ഇൻഡിക്കേറ്റർ ഓഫ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇട്ട ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്റർ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചത്. അപ്പോൾ ആ സർക്യൂട്ട് ഞാൻ യൂട്യൂബിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ.